ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് വിഷുവിൻ്റെ തലേ ദിവസം എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്. പക്ഷേങ്കിൽ വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്രയും ലേറ്റ് ആയത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിവിടെ അമ്മയില്ല കേട്ടോ. അമ്മ രാവിലെ ഒരു കല്യാണം ഒരുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചായക്ക് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നല്ല, ഇപ്പം തന്നെ എനിക്ക് ഒന്ന് 8:30-9 മണി എങ്ങാണ്ടായി ഞാൻ എണീറ്റപ്പോൾ. അപ്പം നമുക്ക് അധികം ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ ഞാൻ പോയിട്ട് തേങ്ങ ചിരവുകയാണ് കേട്ടോ. ദോശയാണ്, ദോശക്കൂട്ടൊക്കെ ഇവിടെ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ ചിരവുന്ന പരിപാടിയിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 കാഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്നിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഷ്യൂ ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ് ബേബിയും ദേവും എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കൃഷുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവനെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വേഗം പോയി ദോശയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഈ ചട്നി ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശയാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ദോശ ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മ വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയ സമയത്ത്. അപ്പോഴേക്കും അമ്മ കല്യാണമൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് കൊണ്ടുപോയതാണ് അവനെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, എന്ത് ഫുഡും കഴിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുപോയി കാണിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. നാട്ടിൽ വന്നതിന് ശേഷം അവൻ അധികം ഞാനിങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല കേട്ടോ. ഇവിടെ ഉള്ള സമയത്ത് അമ്മ തന്നെയാണ് കേട്ടോ അവന് ഫുഡൊക്കെ കൊടുക്കാറ്. അമ്മ വീട്ടിലുള്ള ദിവസങ്ങളിൽ അമ്മയ്ക്കത് പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ കൊടുത്താൽ അത്ര പെട്ടെന്നൊന്നും കഴിച്ച് കിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതാ നിവിയേട്ടനെ വിളിക്കുകയാണ്. തന്നെ വരുന്നുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് നിവിയേട്ടൻ തിരിച്ചു പോയിട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആളിവിടെ ഉള്ള സമയത്ത് ഞാൻ എടുത്ത കുറേ വീഡിയോസ് ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്തിട്ട്. എനിക്ക് ഇതുവരെ അതിനൊരു സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടണം. പിന്നെ ഇതാ ഞാനും ദേവും കൂടെ ദേവുവിൻ്റെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. 1 മാസത്തെ ലീവായിരുന്നു കേട്ടോ നിവിയേട്ടന് ഉണ്ടായിട്ടുള്ളൂ. അതാണ് ആൾ പെട്ടെന്ന് പോയത്. വിഷു കൂടാൻ കഴിഞ്ഞില്ല. അത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ഇതുവരെ നാട്ടിലിങ്ങനെ വിഷു ഓണം അതൊന്നും ഞങ്ങൾ രണ്ടാളും കൂടി ഇതുവരെ ഒരുമിച്ച് നിന്നിട്ട് ആഘോഷിക്കാൻ കല്യാണം കഴിഞ്ഞത് മുതലേ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ദുബായിലുള്ള സമയത്ത് ഓണവും വിഷുവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല കേട്ടോ. നാട്ടിലാണല്ലോ ഓണായാലും വിഷു ആയാലും ഏതൊരാഘോഷമാണെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു രസം നമുക്ക് അറിയണമെങ്കിൽ നാട്ടിൽ നിന്നിട്ട് തന്നെ ആഘോഷിക്കണ്ടേ. അതിന് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മാസം എത്ര പെട്ടെന്നാണ് പോയതെന്നും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ പോകാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസങ്ങളായിരിക്കും അത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഒന്നും എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഓരോ തിരക്കിലായിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ പോവുകയും ചെയ്തു. ഇനിയെല്ലാം പെട്ടെന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം പോയി അടിച്ചൊക്കെ വാരി കൃഷുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പിന്നെ ഇതാ അവനെ വേഗം കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ് കേട്ടോ. അമ്മ അവിടുന്ന് റെഡി ആയിട്ട് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇന്ന് രാവിലെ കഴിഞ്ഞ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വർക്ക് ചെയ്യാനുണ്ട് വൈകുന്നേരം. അതുകൊണ്ട് അമ്മ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വെള്ളരിയും മാങ്ങയും കറിയും പിന്നെ ക്യാബേജും ക്യാരറ്റും ഉപ്പേരിയുണ്ട്, പിന്നെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ട് വേണം ഇവനെ കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയോ ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
ഇതാ ഇങ്ങനെ ഒരു സോനാ പപ്പടി അതുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊടുക്കുന്ന സമയത്താണ് എനിക്ക് കൃഷുവിന് ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു കോൾഡും കഫെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ആ ഒരു സമയത്ത് കുറച്ച് ഈ മധുരവും കൂടി ഇട്ട് കൊടുത്താൽ അവനങ്ങ് കഴിച്ചോളൂ. ഇല്ലെങ്കിൽ മരുന്നൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ അവനെ വേഗം പോയി കിടത്തി ഉറക്കി. അവനെ ഉറക്കിയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ആ ചെറിയ പരിപാടി. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആക്കിയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് റെഡിയായി അവനെ ഉറക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അമ്മ ഒരുക്കിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതിന് വന്നത്, ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേര സമയത്തുള്ള വെയിൽ, എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ കണ്ണിൽ കുത്തുന്ന പോലത്തെ ഒരു വെയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തലവേദന വരും. അതുകൊണ്ട് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അമ്മ ചക്കയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഗുളിക കുടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അത്രയ്ക്കും ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പാരസെറ്റമോൾ എടുത്ത് കുടിക്കും, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇതാ കൃഷുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ നമ്മളെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിഷുവിൻ്റെ തലേ ദിവസമാണിത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും തുടങ്ങുമല്ലോ എന്തായാലും. അപ്പോൾ ഞങ്ങൾ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചൂടോടെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് മന്തി കഴിക്കണം തോന്നി. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിക്കേണ്ട പരിപാടിയിലാണ്. എന്നാത് മന്തിയോ? എന്ത് മന്തിയാ? ചിക്കൻ മന്തി, പെരി പെരി. ഇങ്ങോട്ട് നോക്കി, അല്ല ഇങ്ങോട്ട് നോക്ക്. ബിരിയാണി അല്ല, പെരി പെരി മന്തി. ടേസ്റ്റ് ഉണ്ടോ നോക്ക് ഇഷു. ഇഷു പറ ടേസ്റ്റ് ഉണ്ടോന്ന്. സൂപ്പറാ? ഫസ്റ്റ് ടൈം മന്തി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം മന്തിയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മന്തിയാണോ ബിരിയാണിയാണോ എന്നുള്ളത്. പിന്നെ ഇത് ഞങ്ങൾ കടിയങ്ങാടുള്ളൊരു മന്തി കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ എനിക്കതിൻ്റെ ടേസ്റ്റ്, ഒരു ചിക്കൻ്റെ ടേസ്റ്റ്, റൈസ് കുഴപ്പമില്ല, ചിക്കൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ കിടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നാളെ ചെറിയ വിഷുവാണ്. ഇത് ചെറിയ വിഷുവിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ ഇപ്പോൾ പറയണ്ടേ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.